നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. അപ്പോൾ ഇന്ന് രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മംഗല്യ തടസ്സം ഒരു കുട്ടിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7 ചതുർത്ഥി ദിവസം, ചതുർത്ഥി മാസത്തിൽ 2 എണ്ണം വരുമല്ലോ, അപ്പോൾ 7 ചതുർത്ഥി നാളിൽ ഗണപതി ഹോമം നടത്തി. അതിനുശേഷം മുക്കൂറ്റി കണ്ടിട്ടില്ലേ, ആ മുക്കൂറ്റി 28 എണ്ണം ഓരോന്നായി തേനിൽ മുക്കി സ്വയവര പാർവതി മന്ത്രത്തിൽ ഹോമിക്കും. ഇപ്പോൾ വിവാഹതടസ്സം നീങ്ങും എന്ന് പറയുക. പിന്നെയൊക്കെ ചിലവർ കർമ്മഫലം അനുസരിച്ചാണ് പെട്ടെന്ന് നടക്കുന്നതും താമസിച്ച് നടക്കുന്നതൊക്കെ. അതിലാരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പൂജാരിയോ ദൈവത്തെയോ ഒന്നും പഴിച്ചിട്ട് കാര്യമില്ല. ഓരോ കർമ്മഫലങ്ങളുണ്ട്. അപ്പം നമ്മൾ ഭക്തിയോടുകൂടി വഴിപാടിൽ കൂടെ നമ്മളത് മാറ്റിയെടുത്ത് നമ്മൾക്ക് നമ്മുടെ കാര്യം എന്തോ അത് നേടിയെടുക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഗണപതി ഭഗവാന് പൂജയൊക്കെ കഴിച്ച് ഗണപതി ഹോമമൊക്കെ കഴിച്ചു. നിത്യം രാവിലെ നടത്തുന്ന പൂജ കഴിഞ്ഞു കേട്ടോ മക്കളെ. നിത്യപൂജയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് അടിച്ച് തെളിക്കണം. ഇപ്പം നിത്യപൂജയൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തെളിക്കുക. അത് കഴിഞ്ഞിട്ട് കഞ്ഞി വയ്ക്കണം. കഞ്ഞി വെച്ച് കുടിച്ചിട്ട് വേണം പിന്നെ പൂജയുടെ പാത്രങ്ങൾ കഴുകാൻ. പൂജയ്ക്ക് എടുത്ത പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും കഞ്ഞികുടി കഴിഞ്ഞിട്ട് ഞാൻ കഴുകും. വരൂ, കഞ്ഞി കുടിക്കാം. അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോവുക. ഇന്നിപ്പോൾ ചോറ്, നല്ല പുളിയുള്ള തൈര്, തക്കാളി ചമ്മന്തി, ഇത് മറ്റൊരു ചമ്മന്തി, സോയാബീൻ വറുത്തത്, വെള്ളം, ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ, കഴിക്കാം. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ച് മോര് അങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ചമ്മന്തി, 2 തരം ചമ്മന്തി, പിന്നെ സോയാബീൻ വറുത്തത് കണ്ടു. അപ്പോൾ ഈ മോര് ചോറും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ചമ്മന്തി അങ്ങ് കുറച്ചെടുത്തിട്ട് 2 ചമ്മന്തി കുറച്ച് ചോറിലേക്ക് ഇങ്ങോട്ട് വയ്ക്കുക. എന്താ ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ അത് കഴിക്കുക. ഒരു നല്ല പുളി വെച്ച് അമ്മമാരില്ലാത്ത കാരണം ഇങ്ങനെയൊക്കെ മതി. അവർക്കാവുമ്പോഴേ ഇത് പറ്റില്ല. അവർക്ക് ഒഴിച്ച് കറി വേണം. സാമ്പാർ, രസം, മോര് കറി, അങ്ങനെയുള്ള ഒഴിച്ച് കറികൾ വേണം. അപ്പോൾ ഞാൻ തനിച്ചായ കാരണം എനിക്കിതുപോലെ ചമ്മന്തിയൊക്കെ മതി. പപ്പടം എടുക്കാൻ മറന്നു. പപ്പടം ഉണ്ട്, എടുക്കാൻ മറന്നു. സോയാബീൻ വറുത്തത്,
കീ എന്നുള്ള സൗണ്ട് കേൾക്കണുണ്ടോ? അവിടെ ഒരു ബിൽഡിങ് പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ മിഷീൻ്റെയാണ്. പണ്ടൊക്കെ ഇതുപോലത്തെ ഒരു ബിൽഡിങ് പണിയണമെങ്കിൽ വാർക്കണ ദിവസം ഒരു 10-30 ആളെങ്കിലും വേണം. ഇന്ന് ആ മെഷീൻ തന്നെ മെഷീനിൽ കൊണ്ടിട്ട് കൊടുത്താൽ മതി. അത് കോൺക്രീറ്റ് ആക്കി പൊക്കി മുകളിലേക്ക് കൊടുക്കും. അപ്പം മുകളിൽ 4 ആൾ നിന്നാൽ വാങ്ങിയിടുക വേണ്ട. അപ്പോൾ എത്ര ആൾക്കാരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത് ഇതുപോലെയുള്ള മെഷീനുകൾ വന്നിട്ടല്ലേ? മനുഷ്യരെന്ത് ചെയ്യും? ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വന്ന എന്തിലല്ലാത്തല്ലേ? ഒക്കെ മെഷീനായി. ജാതകം വരെ കമ്പ്യൂട്ടർ ജാതകമല്ല. നമ്മുടെ കേരളം അങ്ങോട്ട് വിട്ടാൽ മിക്ക സ്ഥലങ്ങളിലും ചോറിനോടൊപ്പം പാട്ട അല്ലേ, ഉള്ളിവട, പരിപ്പ് വട, ഒക്കുവട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറിനോടൊപ്പം കഴിക്കുക അല്ലേ? തമിഴ്നാട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു വിധമൊക്കെ സമാധാനമായി. 10 മണിയായ അപ്പോൾ വയറ് വിളിക്കും, വിഷ്കുണേ വിഷ്കുണേ എന്ന് പറയും. കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു, പിന്നെ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് അമർത്തി കൊടുക്കൂ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.